അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ 2022 താരീഖ് അഖ്ലാഖിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചർച്ച ചെയ്യുന്നതോടുകൂടി ഏത് ചോദ്യമാണ് ആവർത്തിച്ചു വരുന്ന ചോദ്യം, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഈ ചോദ്യ പേപ്പർ മാത്രം നമ്മൾ നോക്കി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ താരീഖും അഖ്ലാഖും ഒന്നാമത്തെ ചോദ്യം 2022 ചോദ്യപേപ്പറാണ്. യോജിപ്പിക്കാം. സൽസ്വഭാവത്തിൽ പെട്ടതാണ് എന്ത്? ഇഖ്ലാസ്, ഭയം, ചെറിയവരെ സ്നേഹിക്കൽ, കോപം, സംസാരം, കളവ് പറയൽ, തഖ്വ. ഇതിലേതാ ഉത്തരം? ചെറിയവരെ സ്നേഹിക്കൽ. അടുത്ത രണ്ടാമത്തത്, അമല് കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കുക. അമല് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നിസ്കരിക്കാൻ, നോമ്പുകൾക്ക്, അങ്ങനത്തെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, അതുകൊണ്ട് അള്ളാഹിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കണേന്ന് എന്താ പറയുക? ഇഖ്ലാസ്. ഇത് ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ് കേട്ടോ, ഒരുപാട് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് ഇത്, ഇഖ്ലാസ് എന്താണെന്നുള്ളത്. മൂന്നാമത്തത്, മനസ്സിന്റെ രോഗം ഏതാണ്? മനസ്സിന് ഒരുപാട് രോഗങ്ങളുണ്ട്, അതിൽ പെട്ട ഒരു രോഗമാണ് ഇത്, കോപം. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? കോപം എന്ന് പറഞ്ഞാൽ ദേഷ്യം. അടുത്തത് 4, ആദ്യം ചിന്ത പിന്നെ, ആ പാഠത്തിന്റെ പേരെന്നാണ്, ആദ്യം ചിന്ത പിന്നെ സംസാരം. അടുത്ത്, അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ഭയം. അപ്പോ ഇത് 5 ചോദ്യമാണുള്ളത്, പക്ഷെ ഉത്തരങ്ങൾ അധികം ഉണ്ട്, 7 ഉണ്ട് അല്ലെ. അപ്പോൾ നമ്മൾ 5 നമ്മൾ കറക്റ്റ് ആയ ഉത്തരം മാത്രം എഴുതിയെടുക്കണം. അടുത്തത് ശരി അടയാളപ്പെടുത്താനാണ്. അള്ളാഹു അല്ലാത്തവരോട് വേവലാതി പറയാതിരിക്കലാണ് ക്ഷമ, ലജ്ജ, ഇഖ്ലാസ്. ഏതാ ഉത്തരം? ക്ഷമ അല്ലെ. അള്ളാഹു അല്ലാത്തവരാരോടും നമ്മൾ വേവലാതി പറയണ്ട. 2, വലിയ ദോഷങ്ങളിൽ പെട്ടതാണ് കരയല്, സരിക്കത്ത്, പൊട്ടിച്ചിരിക്കൽ. കരയൽ എങ്ങനെ വൻദോഷത്തിൽ പെട്ടതാവോ? സരിക്കത്ത് പറഞ്ഞ മോഷണാണ്, കക്കുക. പിന്നെ പൊട്ടിച്ചിരിക്കുക, ഇതിലേതാണ് വൻദോഷം? സരിക്കത്ത് അല്ലെ. അടുത്തത്, കൊലയാളിയുടെ ഇഹലോക ശിക്ഷ. ഇത് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദ്യം വന്ന ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്. കൊലയാളിയുടെ ഇഹലോക ശിക്ഷ, കൈമുറിക്കൽ, ജയില്, കൊല. ഏതാണ്? കൊലക്ക് പകരം കൊല നടത്തണം എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഏറ്റവും അധികം നരകത്തിൽ എത്തിക്കുന്ന അവയവം, ഇതും ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്. കണ്ണ്, നാവ്, കൽബ്. ഏതാ ശരി ഉത്തരം? നാവ്. അടുത്ത്, പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം, ഇതും ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്. പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം ഏതാ? സിന പറഞ്ഞ വ്യഭിചാരം, സരിക്കത്ത് പറഞ്ഞ മോഷണം, കത്തില് പറഞ്ഞ കൊല്ലൽ. ഏതാണ്? കൊല്ലലാണ്. ആദ്യം വിചാരണ ചെയ്യപ്പെടുക അതാണ്. അടുത്തത്, ഉത്തരം എഴുതാം. നോമ്പുകാരനായി ഷഹീദായ സ്വഹാബി. ഇത് ഒരുപാട് തവണ ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്. ബഹുമാനപ്പെട്ട ജാഫർ റളിയല്ലാഹു അൻഹു നോമ്പുകാരനായി ഷഹീദായത്. അടുത്തത്, ഖൈബറിൽ എത്ര പേർ ഷഹീദായി? ഖൈബറിൽ എത്ര പേരാണ് ഷഹീദായത്? 15 പേരാണ്. അടുത്തത്, ഖന്തക്ക് യുദ്ധത്തിന്റെ മറ്റൊരു പേരെന്ത്? അത് ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്, ഒരുപാട് പരീക്ഷ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അഹ്സാബ് എന്നാണ് അതിന്റെ ഉത്തരം. അഹ്സാബ്, കൂട്ടമായി ശത്രുക്കൾ വന്നതുകൊണ്ട് നമ്മൾ പറയും എന്താണ്? അഹ്സാബ് എന്ന് പറയും ഖന്തക്കിന്. അടുത്ത, ഉഹദിൽ പതാക വഹിച്ചത് ആരാണ്? മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അടുത്ത, ബദറിൽ മുസ്ലിമീങ്ങൾക്ക് എത്ര ഒട്ടകം ഉണ്ടായിരുന്നു? 70 ഒട്ടകം ഉണ്ടായിരുന്നു. ഇനി ഇത് ആവർത്തിച്ചു വരുന്ന ചോദ്യം, അടുത്ത ചോദ്യം, ഗസ്വ എന്നാൽ എന്ത്? ഒരുപാട് തവണ ഒരുപാട് പരീക്ഷയ്ക്ക് വന്നതാണ് ഗസ്വ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിനാണ് ഗസ്വ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദ്യം വേറെ രൂപത്തിൽ വരും. നബി തങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിന്റെ പേര് ഗസ്വ, പങ്കെടുക്കാത്ത യുദ്ധത്തിന്റെ പേര് സരിയ. ഇത് 1ാം പാഠത്തിലെ ചോദ്യമാണ്, താരീഖിലെ 1ാം പാഠത്തിലെ ചോദ്യം, ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്. അടുത്ത, പുരുഷൻ സ്വർണം ഉപയോഗിക്കുന്നതിന്റെ വിധി എന്ത്? ഹറാമാണ്. ആവർത്തന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത, നല്ല കൂട്ടുകാരനെ നബി ഉപമിച്ചത് ആരോട്? ആവർത്തന ചോദ്യമാണ്. നല്ല കൂട്ടുകാരനെ ഉപമിച്ച ആരോടാണ്? കസ്തൂരി വഹിക്കുന്നവനോട്. അടുത്ത ചോദ്യം, പുരുഷന് സുന്നത്തായ വസ്ത്രം ഏതാണ്? വെള്ള വസ്ത്രം, പിന്നെ തലപ്പാവ്, കമീസ് അല്ലെങ്കിൽ നീളക്കുപ്പായം, അങ്ങനെ എഴുതിയാലും മതി. 3 കാര്യങ്ങളാണ്: വെള്ള വസ്ത്രം, തലപ്പാവ്, കമീസ്. അടുത്തത്, ലജ്ജ എന്തിന്റെ ബാഹ്യ പ്രകടനമാണ്? എന്ത് മനസ്സിലുണ്ടാകുമ്പോഴാണ് ലജ്ജ ഉണ്ടാകുന്നത്? അതെന്താണ്?
അള്ളാഹുവിനോടുള്ള ഭയത്തിൻ്റെയും ഈമാനിൻ്റെയും അള്ളാഹുവിനോടുള്ള ഭയത്തിൻ്റെയും ഈമാനിൻ്റെയും ബാഹ്യ പ്രകടനമാണ് ലജ്ജ. അടുത്ത ഹുദൈബിയ കരാറു മൂലം മുസ്ലിങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്, മാത്രമല്ല അത് കാണാതെ പഠിക്കേണ്ട ചോദ്യവുമാണ്. ഹുദൈബിയ സന്ധി മൂലം മുസ്ലിമീങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ എന്തെല്ലാം? ഇതാ 12ാമത്തെ പേജിലുണ്ട് അതിൻ്റെ ഉത്തരം. നിർഭയം ഖുറൈശികളുമായി ഇടകലരാനും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും കഴിഞ്ഞു. അപ്പോൾ ഒരു എളുപ്പമുള്ള പോയിന്റ് പഠിക്കുക. ഖുറൈശികളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ കഴിഞ്ഞു. പിന്നെ നിരവധി പേർ ഇസ്ലാം മതം സ്വീകരിച്ചു. പിന്നെ നിർഭയം ഖുറൈശികളുമായി, പേടിയില്ല, നിർഭയം എന്നുള്ളത് എങ്ങനെ എഴുതിയാൽ മതി, പേടിയില്ലാതെ ഖുറൈശികളുമായി ഇടകലരാൻ സാധിച്ചു. ഇതാണ് ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടായതിൽപ്പെട്ട നേട്ടങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാവരും പഠിക്കുക. അടുത്തത് തബൂക്ക് യുദ്ധം വേണ്ടി വരാതിരിക്കാൻ കാരണം. ഈ ചോദ്യവും ഒരുപാട് തവണ ആവർത്തിച്ചു വന്ന ചോദ്യമാണ്. ഇതും നിങ്ങൾ നിർബന്ധമായും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. തബൂക്ക് യുദ്ധം വേണ്ടി വരാതിരിക്കാനുള്ള കാരണം ഇതാണ്. തബൂക്കിൽ വെച്ച് റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറായി. എന്താ സന്ധി എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ്, ഒരു കരാർ അല്ലെ. അപ്പൊ കരാറിന് തയ്യാറായി, അതിനാൽ ഏറ്റുമുട്ടൽ ഒഴിവായി. അപ്പൊ തബൂക്ക് യുദ്ധം ഒഴിവാകാനുണ്ടായ കാരണം റോമൻ ഭരണാധികാരി കരാറിന് തയ്യാറായി, അല്ലെങ്കിൽ ഉടമ്പടിക്ക് തയ്യാറായി, സന്ധിക്ക് തയ്യാറായി. അതുകൊണ്ടാണ് തബൂക്ക് യുദ്ധം നടക്കാതെ പോയത്. അടുത്തത് വിശ്വാസപരമായ രണ്ട് ത്വരീഖത്ത് ഏതൊക്കെയാണ്? അത് നമ്മളെ ലാസ്റ്റ് പാഠമാണ്, താരീഖിന്റെ ലാസ്റ്റ് പാഠം. അഷ്അരി ത്വരീഖത്തും അതുപോലെ മാതുരീദി ത്വരീഖത്തും ലാസ്റ്റ് പേജിലുണ്ടത്. ഇതാ അഷ്അരി ത്വരീഖത്ത് പിന്നെ മാതുരീദി ത്വരീഖത്ത്. ആ രണ്ടു പേരും നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്തത് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. ഞാൻ പറയട്ടെ, ഈ ചോദ്യം പല രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ അർത്ഥം എഴുതാനാ വന്നത്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ എന്നുള്ളത് ഇവിടെ അർത്ഥം എഴുതാനാ വന്നത്. ഇനി ഒരു പരീക്ഷയ്ക്ക് വന്നത് ഇത് ഡിസോർഡർ ആക്കി കൊടുത്ത് ഓർഡർ ആക്കാനാണ്. വേറൊരു പരീക്ഷയ്ക്ക് വന്നത് ഇത് പൂരിപ്പിക്കാനായിരുന്നു, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ഇടക്ക് ഒഴിവാക്കിയിട്ട് വിട്ടുപോയത് പൂരിപ്പിക്കാനായിരുന്നു. ഇങ്ങനെ പല രൂപത്തിൽ ഇതിന്റെ ചോദ്യം വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ അറബിയും അതിന്റെ മലയാളവും രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ബൈഹാട്ടാക്കണം. എന്നാണ് അതിന്റെ അർത്ഥം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്, നബിയുടെ മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് പഠിക്കേണ്ടത്? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താണ് സമാധാനിപ്പിച്ച വചനങ്ങളാണിത് അല്ലെ. ഖുർആനിലെ ആയത്ത് ഓതിയിട്ടാണ് സമാധാനിപ്പിച്ചത്. അപ്പൊ ഈ ആയത്തും ഈ ആയത്തിന്റെ മീനിങ്ങും മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ അറബിയും ഇതിന്റെ മീനിങ്ങും നിർബന്ധമായും പഠിക്കുക. ഷുവർ. അടുത്തത് ജാഅൽ ഹഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക. ഇതും പൂരിപ്പിക്കാനും വന്നിട്ടുണ്ട്, അർത്ഥം എഴുതാനും വന്നിട്ടുണ്ട്. പല പരീക്ഷകൾക്കും പല കോലത്തിലാണ് ചോദ്യം വരുന്നത്. അപ്പൊ ഈ ഭാഗം ജാഅൽ ഹഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക എന്നതും പ്രധാനപ്പെട്ടതാണ്. അത് മക്ക വിജയത്തിന്റെ പാഠത്തിലാണ് അതുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കത്തേക്ക് കടന്നു വന്നപ്പോ തങ്ങൾ പറഞ്ഞ വാചകമാണ് ജാഅൽ ഹഖു സഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക. അത് നിങ്ങൾ അതുപോലെ കാണാതെ പഠിക്കുക, അതിന്റെ മീനിങ്ങും നിങ്ങൾ കാണാതെ പഠിക്കുക. എന്താണ് ഇതിന്റെ അർത്ഥം? വഖുൽ ജാഅൽ ഹഖു സഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക. സത്യം വന്നു, അസത്യം നശിച്ചു. നിങ്ങൾ പഠിക്കാൻ എളുപ്പമുണ്ട്. സത്യം വന്നു, അസത്യം നശിച്ചു, നിശ്ചയം അസത്യം നശിക്കുന്നതാണ്. സത്യം വന്നു, അസത്യം നശിച്ചു, നിശ്ചയം അസത്യം നശിക്കുന്നതാണ്. ആ മീനിങ് ഒരു രീതിക്ക് ഇങ്ങനെ പഠിച്ചാൽ മതി, അപ്പോൾ നമുക്ക് അത് കിട്ടും. അടുത്തത് ഖാലിഖിന്നാസ ബിഖുലുഖിൻ ഹസനിൻ. ഖാലിഖിന്നാസ
ബി ഖുലുഖിൻ ഹസനിൻ. എന്താ അതിന്റെ അർത്ഥം? മനുഷ്യരോട് നീ നല്ല സ്വഭാവത്തിൽ പെരുമാറുക. മനുഷ്യരോട് നീ നല്ല സ്വഭാവത്തിൽ പെരുമാറുക. അടുത്ത 4, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. യഥാർത്ഥ മുഅ്മിനായ നിലയിൽ ഒരാളും വ്യഭിചരിക്കുകയില്ല. യഥാർത്ഥ മുഅ്മിനായ നിലയിൽ ഒരാളും വ്യഭിചാരം നടത്തുകയില്ല. എന്താണ്? യഥാർത്ഥ മുഅ്മിനായ നിലയിൽ ഒരാളും വ്യഭിചാരം നടത്തുകയില്ല. അപ്പൊ അതുപോലെ കാണാതെ പഠിക്കുക. പിന്നെ പൂർത്തിയാക്കാം. എന്താണ്? ലാ ഈമാന ലിമൻ ലാ ഹയാ ലഹു. ലജ്ജയില്ലാത്തവന് ഈമാനില്ല എന്നാണ് അതിന്റെ അർത്ഥം. ലാ ഈമാന ലിമൻ ലാ ഹയാത ലഹു. അടുത്തത് ലഅല്ലി ഡാഷ് ഹാദ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹജ്ജത്തുൽ വദാഇലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനാണ്. അതായത് ഞാൻ ഈ വർഷത്തിന് ശേഷം ഒരു പക്ഷേ നിങ്ങളെ കണ്ടുമുട്ടൂല എന്ന് പറയുന്ന ഹദീസാണത്. അത് നിങ്ങൾ കാണാതെ പഠിക്കണം. ഇത് ഒരുപാട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. ഒരുപക്ഷേ ഈ വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിയില്ലെന്ന് വരാം. അതാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ അർത്ഥവും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, മൻ കാന യഅബുദു ഡാഷ് ഖദ് മാത. മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. അത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമാണത് അല്ലേ. ആ വാചകം എല്ലാവരും കാണാതെ പഠിക്കണം. അതിന്റെ മീനിങ്ങും കാണാതെ പഠിക്കണം. മൻ കാന യഅബുദു മുഹമ്മദൻ ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഈ പാഠത്തിലെ ഈ വമാ മുഹമ്മദിൻ ഇല്ലാ റസൂൽ എന്നുള്ളത് ഈ അറബി, അതുപോലെ അതിന്റെ മീനിങ്, അതുപോലെ ഈ അറബി അതിന്റെ മീനിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആരെങ്കിലും മുഹമ്മദ് നബി ആരാധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും മുഹമ്മദ് നബി വഫാത്തായിരിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ നിശ്ചയം അള്ളാഹു എന്നെന്നും മരിക്കാതെ ജീവിക്കുന്നവനാണ്. അതാണ് അവിടെയുള്ള അതിന്റെ അർത്ഥം. അത് രണ്ടും നമ്മൾ പഠിക്കണം. അറബിയും പഠിക്കണം, പിന്നെ അതിന്റെ മീനിങ്ങും പഠിക്കണം. അടുത്ത്, ഇവയുടെ കൊല്ലവും മാസവും എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനി ബാധിച്ചത് ഹിജ്റ 11 സഫർ മാസം. ഇത് ഓർത്തു വെക്കാൻ, റബീഉൽ അവ്വലാണ് തങ്ങൾ വഫാത്താകുന്നത്. തങ്ങൾ വഫാത്താകുന്നതിന് തൊട്ട് മുമ്പത്തെ മാസമാണ് സഫർ. അപ്പൊ സഫറിലാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഹിജ്റ 11. അടുത്ത്, ഹജ്ജത്തുൽ വദാഇന് മക്കയിലേക്ക് പുറപ്പെട്ടു. ഹജ്ജത്തുൽ വദാഇന് മക്കയിലേക്ക് പുറപ്പെട്ടത് ഹിജ്റ 10. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന് ഒരു വർഷം മുമ്പാണ് എന്ത് ഹജ്ജത്തുൽ വദാ നടക്കുന്നത്. അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. റസൂലുള്ളാഹി വഫാത്താകുന്നത് ഹിജ്റ 11-നാണ്. അതിന്റെ തൊട്ട് ഒരു വർഷം മുമ്പാണ് റസൂലുള്ളാഹി എന്ത് ചെയ്യുന്നത്, ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഹിജ്റ 10. പിന്നെ ദുൽഹിജ്ജ മാസമാണ് ഹജ്ജിന്റെ മാസം. അതിന്റെ തൊട്ട് ബാക്കിലുള്ള മാസം ഏതാ? തൊട്ട് മുമ്പിലുള്ള മാസം ദുൽഖഅദ്. അപ്പൊ ദുൽഖഅദ് മാസത്തിലാണ് പോയത്. അങ്ങനെ ഓർത്തു വെക്കുക. മക്ക വിജയം ഹിജ്റ 8 റമദാനിലാണ്. മക്ക വിജയം ഹിജ്റ 8 റമദാനിൽ. അപ്പൊ എല്ലാവരും പഠിച്ചു വെക്കുക. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകും.